ആലപ്പുഴയിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നടൻ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നാണ് ശ്രീനാഥ് ഭാസിയുടെ വാദം. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നീ ചലച്ചിത്ര താരങ്ങൾക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയിരുന്നുവെന്ന് മുഖ്യപ്രതിയായ തസ്ലീമ സുൽത്താൻ എക്സൈസ് സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ശരണ്യ സ്നേഹിജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ശ്രീനാഥ് ഭാസി ചൂണ്ടിക്കാണിക്കുന്നത് കേസ് വ്യാജമാണ്, കെട്ടിച്ചമച്ചതെന്നാണ്. പക്ഷേ ഈ കേസിലെ മുഖ്യപ്രതി തസ്ലീമയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമായി ചാറ്റ് ചെയ്തതിൻ്റെ തെളിവുകളടക്കം എക്സൈസിന് ലഭിച്ചതാണ്. അത്രയധികം പങ്ക് ഈ കേസിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ കേസിൽ സൂചിപ്പിക്കേണ്ടത് ഷൈൻ ടോം ചാക്കോയ്ക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിക്കോ ഇതുവരെ എക്സൈസിന്റെ ഒരു നോട്ടീസ് പോലും ചെന്നിട്ടില്ല എന്നുള്ളതാണ്. അനൌദ്യോഗികമായി മാധ്യമങ്ങളോട് അവർ അത് സ്ഥിരീകരിച്ചതിനപ്പുറത്തേക്ക് ഷൈൻ ടോം ചാക്കോയ്ക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിക്കോ ഇതുവരെ എക്സൈസ് അങ്ങനെ ഒരു നോട്ടീസ് കൈമാറിയിട്ടില്ല. അത്തരത്തിലൊരു നോട്ടീസ് പോലും കൈമാറുന്നതിന് മുമ്പാണ് ശ്രീനാഥ് ഭാസി കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇവരെ ചോദ്യം ചെയ്യുക അടക്കമുള്ള പ്രൊസീജിയർ എക്സൈസിന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആദ്യം അവർക്ക് നോട്ടീസ് അയക്കണം. അതിനുശേഷം ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ വിളിച്ചു വരുത്തി ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യണം. അതിനുശേഷമാണ് പ്രതിചേർക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുക. എന്നാൽ അതിനൊക്കെ ഒരുപാട് മുൻപ് തന്നെ ശ്രീനാഥ് ഭാസി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന, അതായത് ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കേസ് വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നാണ്. മാത്രമല്ല ഈ മുഖ്യപ്രതിയായ പ്രതി തസ്ലീമയിൽ നിന്ന് താൻ കഞ്ചാവ് കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളത് ആണ് ഇയാൾ വ്യക്തമാക്കുന്നത്. ഏത് ജാമ്യ വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണ്. അറസ്റ്റ് ചെയ്താൽ സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. തനിക്ക് ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല എന്നുള്ളതാണ് ശ്രീനാഥ് ഭാസി പറയുന്നത്. അതായത് താൻ ഒരു അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം ശ്രീനാഥ് ഭാസിക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു നടപടിക്രമങ്ങളിലേക്കും എക്സൈസ് കടക്കാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോകുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുടെ സിനിമാ രംഗത്തെ 2 പേരുടെ പേരുകളാണ്, 2 പേരുകൾ സംബന്ധിച്ച മൊഴികളാണ് തസ്ലീമ സുൽത്താന എന്ന സൗത്ത് ഇന്ത്യൻ ഡ്രഗ് ഡീലറായ യുവതി നൽകിയിട്ടുള്ളത്. അവരെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശ്രീനാഥ് ഭാസി, മറ്റൊന്ന് ഷൈൻ ടോം ചാക്കോയാണ്. ഇവർക്ക് 2 പേർക്കും ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ട്. ഇവരുമായി ഒരുമിച്ചിരുന്ന ലഹരി ഉപയോഗം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില ഇടപാടുകളും ഉണ്ട് എന്നുള്ളത് ഇവരുടെ ചാറ്റുകളിൽ നിന്ന് എക്സൈസ് സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അത്തരം ഒരു എക്സൈസ് സംഘത്തിന്റെ ഒരു ചാറ്റ് നടക്കുന്ന ആ ഒരു വിവരങ്ങളടക്കം അവർക്ക് ലഭ്യമായതിനു ശേഷമാണ് എക്സൈസ് മാധ്യമങ്ങളോടക്കം ഇത് അനൌദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ എക്സൈസ് പരമാവധി തെളിവുകൾ ഇതിനകത്ത് ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. അത്തരം ഒരു തെളിവ് ശേഖരണത്തിലേക്ക് പോയതിനു ശേഷം മാത്രം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതി എന്നുള്ളതാണ് അവർ. ഈ ശ്രീനാഥ് ഭാസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം നവംബറിൽ കോഴിക്കോട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തസ്ലീമ തന്നെ കാണാൻ എത്തിയിരുന്നു. അന്ന് ക്രിസ്റ്റീന എന്നാണ് പേര് പറഞ്ഞത്. ആരാധികയാണെന്ന് പറഞ്ഞു. ഒരു സുഹൃത്ത് വഴിയായിരുന്നു പരിചയപ്പെട്ടത്. അന്ന് ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. പിന്നെ ഏപ്രിൽ 1 കഞ്ചാവ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അപ്രതീക്ഷിതമായി വിളിക്കുകയായിരുന്നു. കളിയാക്കുകയാണെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് ഫോൺ കട്ട് ചെയ്തു. പിന്നാലെ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം എന്ന രീതിയിൽ മെസ്സേജ് വന്നു. അന്ന് വെയിറ്റ് എന്ന രീതിയിലൊരു മറുപടി കൊടുത്തു എന്നാണ് ശ്രീനാഥ് ഭാസി ഈ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ. അതായത് ഈ ശ്രീനാഥ് ഭാസിയുമായി അത്ര വലിയ രീതിയിലുള്ള ബന്ധം, ഇടപാടുകൾ, ഈ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അതോ ശ്രീനാഥ് ഭാസി പറയുന്നത് പോലെ ഒരിക്കൽ മാത്രം ഇരുവരും തമ്മിൽ സംസാരിച്ചു, വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്തു എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതോ കൃത്യമായ തെളിവ് എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ? എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ തമ്മിലുള്ള ഈ കഞ്ചാവിനെ സംബന്ധിച്ച കോൺവെർസേഷൻ ഉണ്ട് എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിനകത്ത് ഈ തസ്ലീമ നൽകിയിട്ടുള്ള മൊഴികൾ നിർണായകമാണ്. അതായത് അവർ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ ഒക്കെ ഉൾപ്പെടെ ഉള്ളവരുമായി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള
വിവരമാണ് തസ്ലീമ നൽകിയിട്ടുള്ളതെന്നുള്ളതാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ ആ രീതിയിലുള്ള ഒരു അടുപ്പം ഇവരെല്ലാവരുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ ചോദ്യം ചെയ്യൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ എന്തായാലും ഇത് ഒരുമിച്ചിരുത്തി ഇത്തരം വിഷയങ്ങളെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ അന്വേഷണ സംഘത്തിന് അത്തരം കടമ്പകൾ കടക്കേണ്ടതായുമുണ്ട്. എന്തായാലും അതിനൊക്കെയുള്ള ആദ്യ കടമ്പ എന്നുള്ള രീതിയിലാണ് ചോദ്യം ചെയ്യൽ എന്നുള്ള പ്രൊസീജിയറിലേക്ക് അവർ പോകാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ തന്നെ അറസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീനാഥ് ഫാസി കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. എന്തായാലും തസ്ലീമയെ ആദ്യഘട്ടത്തിൽ തസ്ലീമയും ഫിറോസും ഓമനപ്പുഴയിൽ നിന്നും 2 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഇവരെ സിനിമാ ബന്ധങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഇവരുടെ പ്രാഥമികമായി ഇവരുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് തന്നെ ചില രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ വളരെ എക്സ്പീരിയൻസ്ഡ് ഈ രംഗത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് തസ്ലീമ. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ വിവരങ്ങൾ കൂടുതലായി എടുക്കാനാകൂ. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പഴുതടച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനു വേണ്ടിയുള്ള ഇഴകീറിയുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാകും ഇവർ ആരോപിക്കുന്നവരും പ്രതിചേർക്കപ്പെട്ടവരെയും ഒക്കെ ഇവർ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് എക്സൈസ് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഇതിനു മുൻപും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഇവർക്കെതിരെ ഉയർന്നു വന്നതാണ്, കേസുകളൊക്കെ വന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തസ്ലീമ പറയുന്നതിനെ സംശയത്തോടു കൂടി തന്നെ കാണേണ്ടതല്ല. കാരണം ഒരുപക്ഷെ ഇത്തരം ബന്ധങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും തെളിവുണ്ടായിട്ടും മൊഴി നൽകിയിട്ടും ഇരുവർക്കും ഒരു നോട്ടീസ് പോലും നൽകാൻ ഇതുവരെയും എക്സൈസ് തയ്യാറാകാത്തത്? ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും എക്സൈസ് ഇതിനകത്ത് ഇതൊരു ചെറിയ കേസല്ല, പ്രത്യേകിച്ച് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഒക്കെ നിൽക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ ഗൗരവത്തോടു കൂടി, കാരണം നേരത്തെ നമ്മൾ ലഭ്യമായ വിവരപ്രകാരം യുവനടന്മാരിൽ ചിലർക്ക് യുവതികളെ എത്തിച്ച് നൽകുന്ന പെൺവാണിഫ് റാക്കറ്റും അത്തരം ഇടപാടുകളും ഈ തസ്ലീമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ലഹരി മാത്രമല്ല എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര ഗൗരവത്തോടു കൂടി അന്വേഷണ സംഘം നോക്കിക്കാണുന്ന കേസും പ്രമുഖരായ ആളുകൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന കേസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ മേഖലകളും പഴുതടച്ച് പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നീക്കമാണ് എക്സൈസിന്റെ ഭാഗത്ത്. അവർ ആ ഒരു അന്വേഷണം അവരുടെ ട്രാക്കിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ഈ ആഴ്ചയുടെ അവസാനമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെ ആദ്യമോ ശ്രീനാഥ് ഫാസിനെയൊക്കെ ചോദ്യം ചെയ്യാനായി വിളിക്കാനിരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തേടി അവർ എത്തിയിരിക്കുന്നത് കോടതിയിൽ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലാണ് നടൻ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്.